നന്ദനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണെന്ന് തന്നെ പറയാം. നന്ദനയും മനോജും തമ്മിലുള്ള പ്രണയ ജീവിതം തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മനോജിനെ അല്ലാതെ മറ്റൊരാളെയും താൻ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനിച്ച നന്ദനയുടെ ജീവിതത്തിൽ ഇത്രയും നാളും എല്ലാ സ്നേഹവും തണലുമായി ഉണ്ടായിരുന്നു മനോജ്. എന്നാൽ ഇപ്പോൾ അതില്ല. ഏറ്റവും വലിയ ദുഃഖവാർത്തയായി മാറുകയാണിത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ചടങ്ങുകൾക്ക് ശേഷം നന്ദന ആകെ ആരോടും സംസാരിച്ചിട്ടില്ല. ഭർത്താവിൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അരികിലിരുന്നായിരുന്നു നന്ദന എപ്പോഴും ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അരികിൽ തന്നെ വെച്ച് ഒപ്പം ഇരിക്കുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കും അത് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട്. നന്ദനയുടെ സ്നേഹം എല്ലാവർക്കും അറിയാം. മനോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനയ്ക്ക് അത്രമാത്രം ജീവനാണ്. അതെപ്പോഴും പറയാറുമുണ്ട്. നന്ദനയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് തന്നെയായിരുന്നു മനോജ്. മനോജിൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. സിനിമയിലൂടെ ഒന്നിച്ചവരാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ സിനിമയോടായിരുന്നു അഗാധമായ പ്രണയവും. സിനിമയിൽ എന്തൊക്കെയും നേടണമെന്നുള്ള ആഗ്രഹം മനോജിനുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും സാധിക്കാതെയായിരുന്നു അദ്ദേഹം മടങ്ങിയത്. അതാണ് ഏറ്റവും വലിയ ദുഃഖവാർത്ത എന്ന് പറയണം. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടായിരുന്നു. പ്രേക്ഷകർ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. നന്ദന പണ്ട് മലയാളം പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരമായിരുന്നു. പിന്നീടാണ് താരം അവിടെ നിന്ന് നേരെ തമിഴിലേക്ക് പോയത്. അവിടെ നിന്ന് താരത്തിനെ പരിചയപ്പെടുകയും പിന്നീട് ഒരിക്കലും മലയാളത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തിട്ടില്ല. പണ്ട് കാലങ്ങളിലെല്ലാം ഒരു നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരുന്ന മുഖങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു നന്ദനയുടേത്. എന്നാൽ ഇപ്പോൾ നന്ദന ഈ വിദേശ ജീവിതമൊക്കെ കഴിഞ്ഞ് ഭർത്താവിനും മക്കളോടൊപ്പം സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുകയായിരുന്നു. അതിനിടയിലാണ് മനോജിനെ തന്നിൽ നിന്ന് അകറ്റാനായി അസുഖവും അതുപോലെ ഈ ഒരു വിധിയും പെട്ടെന്ന് വന്നത്. യാതൊരു അസുഖവും ഇല്ലാതിരുന്നൊരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് മരിക്കുകയായിരുന്നു. അതും വളരെ ചെറിയ പ്രായത്തിൽ. നന്ദനയും അദ്ദേഹവും തമ്മിൽ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, പ്രണയിച്ച് കൊതി തീർന്നിട്ടില്ല. ഇപ്പോഴും പ്രണയമാണ്. മക്കളെപ്പോഴും കളിയാക്കും, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും പ്രണയത്തിലാണെന്നാണോ വിചാരമെന്ന്, നിങ്ങൾ കാമുകനാണെന്നാണോ വിചാരമെന്ന്. മക്കളുടെ കളിയാക്കലൊക്കെ കേട്ട് ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കുമായിരുന്നു ഇരുവരും. ഞങ്ങളുടെ പ്രണയം ഇപ്പോഴും ഞങ്ങളെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കുമായിരുന്നു. എന്നാൽ അതല്ലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതും പ്രേക്ഷകർക്ക് വളരെയധികം വേദനയായി മാറി. അതെല്ലാ പ്രേക്ഷകർക്കും നൊമ്പരമായി മാറുകയാണ്. മനോജിൻ്റെയും നന്ദനയുടെയും വാർത്തകൾ കേൾക്കുമ്പോൾ, അവരുടെ പ്രണയം കേൾക്കുമ്പോൾ അതെല്ലാവർക്കും നൊമ്പരമാകുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പ്രേക്ഷകർക്കും ഓരോന്ന് പറയാനായി തന്നെ നിരവധി കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞേ മതിയാകൂ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ നന്ദനയുടെ വാർത്തകൾ മാത്രമാണ് കേൾക്കാൻ പറ്റുന്നത്. കാരണം നന്ദനയാണ് നിറഞ്ഞു നിൽക്കുന്നത്. നന്ദനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാൻ മലയാളികളുടെ പ്രിയപ്പെട്ട താരം എന്നൊരു ലേബൽ മാത്രം മതി. മനോജിൻ്റെ ഭാര്യയായതിനു ശേഷം തമിഴ് ഇൻഡസ്ട്രിയുമായി വളരെയധികം അടുപ്പത്തിലായിരുന്നു നന്ദന. അവിടെ താമസിച്ചുകൊണ്ട് എല്ലാവരുമായി സംസാരിക്കുകയും സമ്പർക്കത്തിലാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദനയ്ക്കൊരു ആവശ്യം വന്നപ്പോൾ അവിടെ കൂടിയെത്താൻ നിരവധി പേരുണ്ടായിരുന്നുവെന്ന് എടുത്തു പറയണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.